വയനാട്ടിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി ആത്മഹത്യ ചെയ്ത നേതാക്കളുടെ ചിത്രം വരച്ച് ലോഗോ തയ്യാറാക്കി AICCയുടെ ചിന്തൻ ശിബിരത്തിന് അയച്ചുകൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ജോലി വാഗ്ദാനം ചെയ്ത് വൻതുക തട്ടിയെടുത്തും നിക്ഷേപ തുക അടിച്ചുമാറ്റിയതും തെളിവ് സഹിതം പിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് വയനാട് DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. രക്തം പുരണ്ട കൈപ്പത്തി ലോഗോ ആക്കി AICCക്ക് അയച്ചുകൊടുക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത്. രാഷ്ട്രീയ ജീർണതയുടെയും യൂത്ത് കോൺഗ്രസ് തുടരുന്ന അധമ രാഷ്ട്രീയത്തിന്റെയും തെളിവാണ് CPIM-നെതിരെയുള്ള ലോഗോ തയ്യാറാക്കലെന്നും CV വർഗീസ് കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ രാഷ്ട്രീയ അധപതനത്തിന്റെയും സാംസ്കാരിക ശൂന്യതയുടെയും ഭാഗമാണ് CPM-നെ അധിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ ലോഗോ ശ്രമിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള ലോഗോയുടേതാണ്. യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിലേക്ക് ആ ലോഗോ സ്വീകരിക്കുന്നത് അവർക്ക് വേണ്ടി ഒരു ലോഗോ ഉണ്ടാക്കും. ആ ലോഗോ ഉണ്ടാക്കേണ്ട വിഷയങ്ങൾ വരേണ്ടതൊന്ന്, നിലമ്പൂരിൽ IP ജീവനക്കാരിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അവിടെ രഹസ്യഭാഗത്ത് ചൂല് കുത്തിക്കയറ്റിയ സംസ്കാരം യൂത്ത് കോൺഗ്രസിനുണ്ട്. കടയ്ക്കാവിളയിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചെന്ന ഉമ്മൻചാണ്ടിയെ മുണ്ടുരിഞ്ഞ് ട്രൗസർ ഇട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി 2 കിലോമീറ്റർ ഓടി രക്ഷപ്പെട്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിലനിൽക്കുന്നത്. അത് ലോഗോയെ സ്വീകരിക്കും. എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസ് നേതാവ് ഒരു അധ്യാപികയെ ബലാത്സംഗം ചെയ്ത് പരസ്യമായി കാറിൽ വെച്ച് തല്ലി ജീവരക്ഷാർത്ഥം ഓടി ഒരു വീട്ടിൽ കയറി അഭയം തേടിയ അത് വേണമെങ്കിൽ ലോഗോയെ സ്വീകരിക്കും. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ 1,88,18 ലക്ഷം രൂപ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൈക്കൂലി മേടിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്ത നരഹത്യയുടേത് വേണേൽ കൊടുക്കാം. അതുകൊണ്ട് അത്തരം ധനപാടെടുക്കുന്ന ഇത്തരം രേഖകൾ പിന്നിൽ നിൽക്കുന്ന